+2 സുവോളജിയിലെ മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന ചാപ്റ്ററിലെ കുട്ടികൾക്ക് പൊതുവെ വിഷമം തോന്നുന്ന ഒരു പാർട്ടാണ് ലാക്കോപെറോൺ. ലാക്കോപെറോൺ ആണ് ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ ലളിതമായി. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. റെഗുലേഷൻ ഓഫ് ജീൻ എക്സ്പ്രഷൻ എന്ന ഭാഗത്താണ് ലാക്കോപെറോൺ ഈ ചാപ്റ്ററിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ജീൻ എക്സ്പ്രഷൻ എങ്ങനെയാണ് റെഗുലേറ്റ് ചെയ്യപ്പെടുന്നത്? നമുക്കറിയാം, DNA-യിലുള്ള ഒരു പെർട്ടിക്കുലർ പാർട്ട് ജീൻ, ആ ജീൻ ആദ്യഘട്ടത്തിൽ mRNA മാറുകയും ഈ പ്രോസസ്സ് ന്യൂക്ലിയസിനകത്താണ് നടക്കുന്നത്. ആ ന്യൂക്ലിയസിനകത്ത് ഫോം ചെയ്തിരിക്കുന്ന mRNA ന്യൂക്ലിയസിന് പുറത്തേക്ക് സൈറ്റോപ്ലാസത്തിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്ത് ആ സൈറ്റോപ്ലാസത്തിൽ വെച്ചുകൊണ്ട് റൈബോസോമിൽ വെച്ചുകൊണ്ട് mRNA പ്രോട്ടീനായി സിന്തസൈസ് ചെയ്യപ്പെടുകയും ചെയ്യുന്ന പ്രോസസ്സാണ് ജീൻ എക്സ്പ്രഷൻ. ഈ പ്രോട്ടീൻ ആയിരിക്കും ഏത് ഓർഗാനിസത്തിലും ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സായിട്ട് പ്രവർത്തിക്കുന്നത്. അതിന് കാരണമാകുന്നത് ഈ പ്രോട്ടീൻ ആയിരിക്കും. ഈ ജീൻ എക്സ്പ്രഷൻ എന്നുള്ള ടോട്ടൽ പ്രോസസ്സിനെ പല ഘട്ടങ്ങളിലായി കൺട്രോൾ ചെയ്യപ്പെട്ടേക്കാം. ആ കൺട്രോൾ ചെയ്യപ്പെടുന്നതിനെയാണ് റെഗുലേഷൻ ഓഫ് ജീൻ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. നോക്കാം, ഈ റെഗുലേഷൻ ഏതൊക്കെ ലെവലിലാണ് സാധ്യമാകുക. യുക്കാരിയോട്സിൽ ജീൻ എക്സ്പ്രഷൻ റെഗുലേറ്റ് ചെയ്യപ്പെടുന്നത് ഡിഫറെൻറ്റ് ലെവലിലാണെന്ന് പറയാം. അങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട്, ഏതൊക്കെ ലെവലിലാണ് ജീൻ എക്സ്പ്രഷൻ റെഗുലേറ്റ് ചെയ്യപ്പെടുന്നത് എന്നത് തന്നെ. അപ്പോൾ ഒന്നാമത്തെ ലെവൽ ട്രാൻസ്ക്രിപ്ഷണൽ ലെവലാണ്. അതായത് DNA mRNA ആയി മാറില്ല, അല്ലെങ്കിൽ പ്രൈമറി ട്രാൻസ്ക്രിപ്റ്റായ HNRNA ഫോം ചെയ്യില്ല. അതാണ് ട്രാൻസ്ക്രിപ്ഷണൽ ലെവൽ. ഇനി രണ്ടാമത്തെ ലെവൽ എന്ന് പറയുന്നത് പ്രോസസ്സിംഗ് ലെവൽ. ദാറ്റ് മീൻസ് ആദ്യം ഫോം ചെയ്യുന്ന HNRNA എന്നറിയപ്പെടുന്ന പ്രീകേഴ്സർ ഓഫ് mRNA ഫൈനൽ ട്രാൻസ്ക്രിപ്റ്റായ mRNA ആയി മാറുന്ന പ്രോസസ്സാണ് പ്രോസസ്സിംഗ്, അല്ലെങ്കിൽ പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷണൽ പ്രോസസ്സ് എന്ന് പറയാം. അവിടെ നമുക്ക് സ്പ്ലൈസിങ്, ക്യാപ്പിംഗ്, ടെയിലിംഗ് പോലുള്ള പ്രോസസ്സ് ഉണ്ട്. അത് നമ്മൾ നേരത്തെ യൂക്കാരിയോട്സിലെ ട്രാൻസ്ക്രിപ്ഷൻ്റെ കാര്യത്തിൽ പഠിച്ചിട്ടുണ്ട്. ഇനി അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ഈ mRNA ഫോം ചെയ്ത് ന്യൂക്ലിയസിനകത്ത് നിന്ന് പുറത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്ന ലെവലാണ്. അപ്പോൾ ട്രാൻസ്പോർട്ട് ഓഫ് mRNA ഫ്രം ന്യൂക്ലിയസ് ടു സൈറ്റോപ്ലാസം തടസ്സപ്പെടുകയാണെങ്കിലും ജീൻ എക്സ്പ്രഷൻ റെഗുലേറ്റ് ചെയ്യപ്പെടും. അവസാനമായി ഈ mRNA പ്രോട്ടീനായി മാറാതിരിക്കുന്നു, അതായത് ട്രാൻസ്ലേഷൻ നടക്കാതെ പോകുന്നു, അല്ലെങ്കിൽ ട്രാൻസ്ലേഷൻ ലെവലിലും ജീൻ എക്സ്പ്രഷൻ റെഗുലേറ്റ് ചെയ്യപ്പെട്ടേക്കാം. അപ്പോൾ പോളിപെപ്റ്റൈഡ് അല്ലെങ്കിൽ പ്രോട്ടീൻ ഫോർമേഷൻ ഉണ്ടാകില്ല. ഇതാണ് ജീൻ എക്സ്പ്രഷൻ റെഗുലേറ്റ് ചെയ്യപ്പെടുന്ന ഡിഫറെൻറ്റ് ലെവൽസ്. കൃത്യമായിട്ട് മനസ്സിലാക്കാം. ഇനി ഈ ജീൻ എക്സ്പ്രഷനെ റെഗുലേറ്റ് ചെയ്യാൻ പലതരം കണ്ടീഷൻസ് ഉണ്ടാകാം. മെറ്റബോളിക് കണ്ടീഷൻ ആകാം, ഫിസിയോളജിക്കൽ കണ്ടീഷൻ ആവാം, എൻവയൺമെന്റൽ കണ്ടീഷൻ ആവാം. ഒന്ന് രണ്ട് എക്സാമ്പിൾ നമുക്ക് ടെക്സ്റ്റിൽ നൽകിയത് കാണാൻ പറ്റും. ഒരു മെറ്റബോളിക് കണ്ടീഷനുള്ള ജീൻ എക്സ്പ്രഷൻ എങ്ങനെയാണ് റെഗുലേറ്റ് ചെയ്യപ്പെടുന്നത് നോക്കാം നമുക്ക്. ഈക്കോളയ്ക്ക് യൂട്ടിലൈസ് ചെയ്യാൻ കഴിയുന്ന ലാക്ടോസ്, ഈ ലാക്ടോസിനെ ഗ്ലൂക്കോസായി കൺവേർട്ട് ചെയ്യാൻ ഈക്കോള ഉപയോഗിക്കുന്ന എൻസൈമാണ് ബീറ്റ ഗാലക്ടോസിഡേസ്. എന്നാൽ ഈക്കോളയ്ക്ക് ലാക്ടോസ് അവൈലബിൾ അല്ലാതിരിക്കുന്ന കണ്ടീഷനിൽ ഈ ബീറ്റ ഗാലക്ടോസിഡേസ് സിന്തസൈസ് ചെയ്യപ്പെടേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ ഈ ബീറ്റ ഗാലക്ടോസിഡേസ് സിന്തസിസിന് ആവശ്യമായിരിക്കുന്ന ജീൻ ആ സമയത്ത് സ്വിച്ച് ഓഫ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. ഇതേപോലെ ഒരു എംബ്രിയോയുടെ ഡെവലപ്മെന്റിനെയും എക്സ്പ്രഷൻ ഓഫ് സെവറൽ സെറ്റ് ഓഫ് ജീൻസ് ആണ് സഹായിക്കുന്നത്. അതിന് അനുയോജ്യമായ ഡിഫറെൻറ്റ് കണ്ടീഷൻസ് ലഭ്യമാകുമ്പോൾ ആ ജീനുകളെല്ലാം തന്നെ ഫങ്ഷൻ ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. ഇനി ജീൻ എക്സ്പ്രഷൻ പരിചയപ്പെടുമ്പോൾ രണ്ട് ടേംസ് നമ്മൾ ഓർത്ത് വെക്കേണ്ടത് ഇൻഡക്ഷനും റിപ്രഷനുമാണ്. ഇൻഡക്ഷൻ ആൻഡ് റിപ്രഷൻ. ഇൻഡക്ഷൻ കൊണ്ട് അർത്ഥമാക്കുന്നത് സാധാരണഗതിയിൽ ഏതെങ്കിലും ഒരു ഓർഗാനിസത്തിന് ഉപയോഗിക്കാൻ കഴിയുന്ന സബ്സ്ട്രേറ്റ് അവൈലബിൾ ആകുമ്പോൾ ഈ സബ്സ്ട്രേറ്റിനെ യൂട്ടിലൈസ് ചെയ്യാൻ കഴിയുന്ന ജീനുകൾ സ്വിച്ച് ഓൺ ചെയ്യപ്പെടുന്ന പ്രോസസ്സാണ് നമുക്ക് ഇൻഡക്ഷൻ എന്ന് വിളിക്കുന്നത്. എന്നാൽ ഈ സബ്സ്ട്രേറ്റിന് പകരം ഈ സബ്സ്ട്രേറ്റിലൂടെ ഉണ്ടാകേണ്ട, സബ്സ്ട്രേറ്റിനെ യൂട്ടിലൈസ് ചെയ്താലാണ് മെറ്റബോളൈറ്റ് ആയി മാറുക. ഈ സബ്സ്ട്രേറ്റിൽ നിന്ന് ഉണ്ടാകേണ്ട മെറ്റബോളൈറ്റ് നമ്മൾ മീഡിയത്തിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ആ ജീനുകൾ പ്രവർത്തിക്കേണ്ടതില്ല. അങ്ങനെ ആ ജീനുകൾ സ്വിച്ച് ഓഫ് ചെയ്യപ്പെടുന്ന, ടേൺ ഓഫ് ചെയ്യപ്പെടുന്ന പ്രോസസ്സാണ് റിപ്രഷൻ എന്ന് പറയുന്നത്. നമുക്ക് ഇൻഡക്ഷനും റിപ്രഷനും ഒക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാനാണ് ഓപ്പറോൺ കൺസെപ്റ്റിലേക്ക് നമ്മൾ വരുന്നത്. ഒരു ഓർഗാനിസത്തിലെ ഓരോ മെറ്റബോളിക് റിയാക്ഷനും കൺട്രോൾ ചെയ്യപ്പെടുന്നത് ഒരു കൂട്ടം ജീനുകളാണ്, സെറ്റ് ഓഫ് ജീൻസ് ആണെന്ന് പറയാം. ഇത്തരത്തിൽ ഒരു മെറ്റബോളിക് റിയാക്ഷനെ കൺട്രോൾ ചെയ്യുന്ന ടോട്ടൽ ജീൻസിന്റെ കൂട്ടത്തെയാണ് നമ്മൾ ഓപ്പറോൺ എന്ന് പറയുന്നത്. ഡിഫറെന്റ് എക്സാമ്പിൾ ടെക്സ്റ്റ് പറയുന്നു. ലാക്ക് ഓപ്പറോൺ, ട്രിപ്പ് ഓപ്പറോൺ, എറ ഓപ്പറോൺ, ഹിസ് ഓപ്പറോൺ, വാൽ ഓപ്പറോൺ
തുടങ്ങിയത്. ഇതൊക്കെ അതിൻ്റെ ആദ്യ ഭാഗത്ത് കാണുന്ന ടേംസ് എന്ന് പറയുന്നത് ഏത് സബ്സ്ട്രേറ്റ് ആണോ ഉപയോഗപ്പെടുത്തുന്നത് അതിനനുസരിച്ചാണ്. ഫോർ എക്സാമ്പിൾ, ലാക് ഓപ്പറോൺ മീൻസ് ലാക്ടോസ് മെറ്റബോളൈസ് ചെയ്യാൻ സഹായിക്കുന്ന ജീനുകളുടെ കൂട്ടമായ ഓപ്പറോൺ. ട്രിപ് ഓപ്പറോൺ ട്രിപ്റ്റോഫാൻ, അറ അറാബിനോസ്, ഹിസ്റ്റഡീൻ, വാലൈൻ എന്നിങ്ങനെ വരും. ഇനി നമുക്ക് ലാക് ഓപ്പറോണിലേക്ക് വരാം. ഈക്കോളൈ ബാക്ടീരിയത്തിൽ ലാക്ടോസ് മെറ്റബോളിസത്തെ ഹെൽപ്പ് ചെയ്യുന്ന ഓപ്പറോണിനെ വിളിക്കുന്ന പേരാണ് ലാക് ഓപ്പറോൺ. ഈ ലാക് ഓപ്പറോണിന്റെ കൺസെപ്റ്റ് അല്ലെങ്കിൽ ലാക് ഓപ്പറോണിനെ കുറിച്ച് ആദ്യമായി നമുക്ക് വിവരങ്ങൾ നൽകിയിരിക്കുന്നത് ഫ്രാങ്കോയിസ് ജാക്കബ് ആൻഡ് ജാക്കസ് മൊണോഡ് എന്നറിയപ്പെടുന്ന 2 സയന്റിസ്റ്റാണ്. ഇതൊരു പക്ഷെ ചോദിച്ചേക്കാം, ഈ 2 സയന്റിസ്റ്റുകളുടെ പേര് ഓർത്തു വെക്കാം. നോക്കാം, ലാക് ഓപ്പറോണിന്റെ സ്ട്രക്ചറിലേക്ക് വരാം. ആദ്യമേ പറയട്ടെ, ഓപ്പറോൺ എന്ന് പറയുന്ന ഒരു കൂട്ടം ജീനുകളാണെന്ന് നേരത്തെ സൂചിപ്പിച്ചു. അതുകൊണ്ട് തന്നെ DNA-യിലെ ഒരു സെഗ്മെന്റ് ആയിരിക്കും ഓപ്പറോൺ. ലെങ്തി DNA നിങ്ങൾ ഓർത്തു വെക്കുക, അതിലുള്ള ഒരു സെഗ്മെന്റ് ആണ് ഓപ്പറോൺ എന്ന് മനസ്സിലാക്കുക. ഈ ഓപ്പറോണിലെ ലാക് ഓപ്പറോണിന്റെ ഡിഫറെന്റ് പാർട്സ് എന്ന് പറയാം. ആദ്യമേ നോക്കുക, ഒരു പ്രൊമോട്ടർ സൈറ്റ്, അതിനുശേഷം ഒരു ഇൻഹിബിറ്ററി ജീൻ, വീണ്ടും ഒരു പ്രൊമോട്ടർ സൈറ്റ്, ശേഷം ഒരു ഓപ്പറേറ്റർ ജീൻ, ശേഷം സ്ട്രക്ചറൽ ജീൻസായ ZYA. ഇവയാണ് ലാക് ഓപ്പറോണിന്റെ ഡിഫറെന്റ് പാർട്സ്. നമുക്കിതിനെ ഓർത്തു വെക്കാൻ പിപ്പോസിയ എന്ന് വായിക്കാം. ഇനി നമുക്കിതിൽ ഓരോന്നും ചർച്ച ചെയ്യാം. നിങ്ങളുടെ ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് പരിചയപ്പെട്ട സമയത്ത് ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റിൽ DNA-യിൽ RNA പോളിമറേസ് ബൈൻഡ് ചെയ്യുന്ന ഭാഗത്തെയാണ് പ്രൊമോട്ടർ സൈറ്റ് എന്ന് പറയുന്നത് പറഞ്ഞു. അപ്പോൾ അതേ പ്രൊമോട്ടർ സൈറ്റിനാണ് ഇവിടെയും പരിചയപ്പെടുത്തിയത്. അതായത് ഈ DNA-യെ mRNA ആക്കി മാറ്റണമെങ്കിൽ RNA പോളിമറേസ് ബൈൻഡ് ചെയ്യുന്ന ഭാഗമാണ് ഈ പ്രൊമോട്ടർ സൈറ്റ്. അതേപോലെ തന്നെ തുടർന്നുമുള്ള ഭാഗം, ഇവിടെയുള്ള സ്ട്രക്ചറൽ ജീനുകൾ mRNA ആയി മാറണമെങ്കിൽ RNA പോളിമറേസ് ബൈൻഡ് ചെയ്യേണ്ട ഭാഗമാണ് രണ്ടാമത്തെ പ്രൊമോട്ടർ സൈറ്റ്. ഇനി നമുക്കിതിലെ ഇൻഹിബിറ്ററി ജീനായ റെഗുലേറ്ററി ജീൻ ഒന്ന് പരിചയപ്പെടാം. ഈ ലാക് ഓപ്പറോണിന്റെ ഫംഗ്ഷനിങ്ങിൽ ഫോം ചെയ്യുന്ന ഒരു റിപ്രസർ പ്രോട്ടീൻ ഉണ്ട്. ആ റിപ്രസർ പ്രോട്ടീൻ കോഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ റിപ്രസർ പ്രോട്ടീൻ ഉണ്ടാക്കാൻ സഹായിക്കുന്ന ജീനാണ് ഈ റെഗുലേറ്ററി ജീൻ. ഈ റെഗുലേറ്ററി ജീൻ ഞാൻ അടുത്ത ഭാഗത്ത് കാണിക്കുന്നുണ്ട്. ഈ റെഗുലേറ്ററി ജീൻ mRNA ആയി മാറുകയും അതിൽ നിന്നുണ്ടാകുന്ന പ്രോട്ടീനാണ് റിപ്രസർ പ്രോട്ടീൻ എന്ന് പറയുന്നത്. എന്താണ് ഫംഗ്ഷൻ നമുക്ക് ചർച്ച ചെയ്യാം. ഇനി അതേപോലെ തന്നെ സ്ട്രക്ചറൽ ജീൻസ് Z ജീൻ, Y ജീൻ, A ജീൻ എന്നിങ്ങനെ പറയാം. നമുക്കതിനെ ലാക് Z, ലാക് Y, ലാക് A എന്നും പറയാം. കാരണം ലാക്ടോസ് മെറ്റബോളിസത്തെ സഹായിക്കുന്ന പ്രധാനപ്പെട്ട സ്ട്രക്ചറൽ ജീൻസ് ആണിത്. ഇതിലെ ZYA എന്നിങ്ങനെയുള്ള സ്ട്രക്ചറൽ ജീൻസിന്റെ ഫംഗ്ഷൻ ആണ് നമുക്ക് പറയേണ്ടത്. Z ജീൻ എന്ന് പറയുന്നത് ബീറ്റ ഗാലക്ടോസിഡേസ്, നേരത്തെ സൂചിപ്പിച്ചു, ലാക്ടോസിനെ ഗാലക്ടോസും ഗ്ലൂക്കോസും ആക്കി മാറ്റേണ്ട എൻസൈമാണ്. ഈ എൻസൈം ഉണ്ടാക്കുന്ന ജീനിനെ വിളിക്കുന്ന പേരാണ് Z ജീൻ, പ്രധാനപ്പെട്ട ജീൻ. ഇനി അതേപോലെ തന്നെ Y ജീൻ. Y ജീന്റെ പ്രത്യേകത, Y ജീൻ കോഡ്സ് ഫോർ പെർമിയേസ്. ഈ കൊളൈ സെല്ലിന്റെ പെർമിയബിലിറ്റി വർദ്ധിപ്പിച്ച് ലാക്ടോസിനെ സെല്ലിനകത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാൻ സഹായിക്കുന്ന ജീനാണ് Y ജീൻ എന്ന് പറയാം. അവസാനമായിട്ട് A ജീൻ എന്ന് പറയുന്നത് ഈ പ്രോസസ്സുകൾക്ക് അനിവാര്യമായിരിക്കുന്ന മറ്റൊരു എൻസൈമായ ട്രാൻസ് അസറ്റൈലേസിനെ കോഡ് ചെയ്യുന്ന ജീനാണ് A ജീൻ. ഓർക്കുക, ഈക്കോളൈ ഇപ്പോൾ നിലകൊള്ളുന്നത് ഗ്ലൂക്കോസ് മീഡിയത്തിലാണ്, അല്ലെങ്കിൽ ലാക്ടോസ് ആബ്സെന്റ് ആയ മീഡിയത്തിലാണെന്ന് മനസ്സിലാക്കുക. അപ്പൊ നമുക്കിവിടെ ഇൻ ദ ആബ്സെൻസ് ഓഫ് ലാക്ടോസ് ഓർ ഇൻ ഗ്ലൂക്കോസ് മീഡിയം, 2 തരത്തിലും പറയാം. ഇവിടെ ലാക്ടോസ് ആബ്സെന്റ് ആണെന്ന് ഓർമ്മിക്കുക. ഇൻഡ്യൂസർ ആണ് ഇവിടെ ലാക്ടോസ് എന്ന് മനസ്സിലാക്കണം. ആ ഇൻഡ്യൂസറായ ലാക്ടോസ് ഇല്ല എങ്കിൽ ഇൻ ദ ആബ്സെൻസ് ഓഫ് ലാക്ടോസ് പ്രസന്റ് അല്ല, ഈക്കോളൈക്ക് യൂട്ടിലൈസ് ചെയ്യാൻ ഗ്ലൂക്കോസ് റെഡിലി അവൈലബിൾ ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഇൻഹിബിറ്ററി ജീൻ mRNA ആയി മാറുകയും അങ്ങനെ അത് റിപ്രസർ പ്രോട്ടീൻ ഉണ്ടാക്കുകയും ചെയ്യുന്നു. ആദ്യഘട്ടം ട്രാൻസ്ക്രിപ്ഷൻ mRNA ഉണ്ടാകുന്നു, പിന്നീട് ട്രാൻസ്ലേഷൻ റിപ്രസർ പ്രോട്ടീൻ ഉണ്ടാകുന്നു. ഇനിയാണ് ഇവിടെ അടുത്ത പ്രോസസ്സ് മനസ്സിലാക്കേണ്ടത്. ഈ റിപ്രസർ പ്രോട്ടീൻ ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ ആ റിപ്രസർ പ്രോട്ടീൻ നമ്മുടെ ലാക് ഓപ്പറോണിലെ ഓപ്പറേറ്റർ സൈറ്റിലേക്ക് ബൈൻഡ് ചെയ്യും. അങ്ങനെ ഓപ്പറേറ്റർ സൈറ്റിൽ ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്കറിയാം, ഇവിടെ ഈ പ്രൊമോട്ടർ സൈറ്റിൽ എത്തിച്ചേരുന്ന RNA പോളിമറേസിനെ പിന്നീട് മുമ്പോട്ട് മൂവ് ചെയ്യാൻ കഴിയില്ല. എന്തുകൊണ്ട്? ഓപ്പറേറ്റർ സൈറ്റിൽ റിപ്രസർ ഇരിക്കുകയാണ്, ഇവിടെ ബ്ലോക്കായി.
അതുകൊണ്ട് തന്നെ ZYA എന്ന ജീനുകൾ അവ RNA ആയി മാറുകയോ ഇനി അല്ലെങ്കിൽ അതിൽ നിന്നുണ്ടാകേണ്ട ബീറ്റാ ഗാലക്ടോസിഡേസോ പെർമിയേസോ ട്രാൻസ്അസിറ്റലേസോ ഉണ്ടാകുന്നില്ല. ദാറ്റ് മീൻസ് ZYA ജീൻസ് ആർ സ്വിച്ച്ഡ് ഓഫ്. ഓർക്കുക, ഒന്നുകൂടി പറയുന്നു, ലാക്ടോസ് ഇല്ലാത്ത ഒരു മീഡിയത്തിലാണ് ഈ രീതിയിൽ ഇവ സ്വിച്ച് ഓഫ് ചെയ്യപ്പെടുന്നത്. അതിനുള്ള റീസൺ നമുക്ക് മനസ്സിലാക്കാം. ഇൻഹിബിറ്ററി ജീൻ mRNA ഫോം ചെയ്ത് റിപ്രസർ ഉണ്ടാക്കുകയും ആ റിപ്രസർ ഓപ്പറേറ്റർ സൈറ്റിൽ ബൈൻഡ് ചെയ്തതാണ് കാരണം. അതുകൊണ്ട് RNA പോളിമറേസിന് പ്രൊമോട്ടർ സൈറ്റിൽ നിന്ന് മുമ്പോട്ട് മൂവ് ചെയ്യാൻ കഴിയാതെ പോയി. സ്ട്രക്ചറൽ ജീൻസ് ഈ ഘട്ടത്തിൽ സ്വിച്ച്ഡ് ഓഫ് ആണ്, റിപ്രഷൻ ആണ് നടന്നിരിക്കുന്നത്. ഇനി ഇതേ അവസ്ഥ നമുക്ക് ലാക്ടോസ് മീഡിയത്തിലാണെങ്കിൽ എന്ത് സംഭവിക്കും നോക്കാം. ലാക്ടോസ് മീഡിയത്തിലാണെങ്കിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇൻഹിബിറ്ററി ജീൻ ആക്ട് ചെയ്ത് mRNA ഫോം ചെയ്യുന്നു. അതിൽ നിന്ന് റിപ്രസർ മോളിക്യൂളായ റിപ്രസർ പ്രോട്ടീനും ഉണ്ടാകുന്നു. പക്ഷേ മീഡിയം ലാക്ടോസ് ആയതുകൊണ്ട് തന്നെ ഈ ലാക്ടോസ് ദാറ്റ് ക്യാൻ ബൈൻഡ് വിത്ത് റിപ്രസർ, ലാക്ടോസ് റിപ്രസറുമായി ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പ്രൊമോട്ടർ സൈറ്റിൽ എത്തിച്ചേരുന്ന RNA പോളിമറേസ് ഓപ്പറേറ്റർ സൈറ്റിലൂടെ മൂവ് ചെയ്യുന്നു. ZYA എന്നിങ്ങനെ 3 സ്ട്രക്ചറൽ ജീൻസിനെയും അവയ്ക്ക് അനുയോജ്യമായ mRNA ആക്കി മാറ്റുന്നതായിട്ട് കാണാൻ പറ്റും. ഈ mRNA സ്വാഭാവികമായും അടുത്ത ഘട്ടത്തിൽ പ്രോട്ടീനായി ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുമ്പോൾ ബീറ്റാ ഗാലക്ടോസിഡേസ്, പെർമിയേസ്, ട്രാൻസ്അസിറ്റലേസ് എന്നിങ്ങനെയുള്ള 3 ഡിഫറെന്റ് എൻസൈംസ് ആയി മാറുന്നു. ഈ 3 എൻസൈമുകൾ ലാക്ടോസിനെ വേണ്ട രീതിയിൽ യൂട്ടിലൈസ് ചെയ്തിട്ട് ഈക്കോളയ്ക്ക് ആവശ്യമായ ഗ്ലൂക്കോസ് നിർമ്മിച്ചു കൊടുക്കാൻ കഴിയും. ഒരിക്കൽ കൂടെ ഓർത്തു വെക്കുക, ലാക്ടോസ് പ്രസന്റ് ആണെങ്കിൽ റിപ്രസർ മോളിക്യൂളിന് ഇവിടെ ബൈൻഡ് ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് ഈ ജീനുകൾ ആക്റ്റീവായി മാറുന്നു, ടേൺ ഓൺ ചെയ്യപ്പെടുന്നു, ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നു എന്ന് പറയും. ലാക്ടോസ് മീഡിയത്തിൽ ലാക്കോപെറോണിന് ഇൻഡക്ഷൻ ആണ് സാധ്യമാകുന്നത്. ഗ്ലൂക്കോസ് മീഡിയത്തിൽ അല്ലെങ്കിൽ ലാക്ടോസിന്റെ ആബ്സെൻസിൽ ലാക്കോപെറോണിന് റിപ്രഷൻ ആണ് നടക്കുന്നതെന്ന് ഓർത്തു വെക്കുക. ബോർഡ് എക്സാമിന് ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം തന്നെയാണ് ലാക്കോപെറോൺ. മിക്കവാറും ലാക്കോപെറോൺ നമുക്ക് ചോദിക്കുന്നത് ടെക്സ്റ്റ് ബുക്കിലെ ഈ ഒരു ഡയഗ്രാം ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും. ഇവിടെ ആദ്യ ഭാഗം എന്നത് ഇൻ ദി ആബ്സെൻസ് ഓഫ് ഇൻഡ്യൂസറായ ലാക്ടോസിന്റെ ആബ്സെൻസിലാണെങ്കിൽ സംഭവിക്കുന്ന പ്രോസസ്സ് ഞാൻ നേരത്തെ പറഞ്ഞു. റിപ്രസർ പ്രോട്ടീൻ ഉണ്ടാകുന്നു, ഓപ്പറേറ്റർ റീജിയനിൽ ബൈൻഡ് ചെയ്യുന്നു. അതുകൊണ്ട് ZYA സ്വിച്ച് ഓഫ് ചെയ്യപ്പെടുന്നു. എന്നാൽ ലാക്ടോസ് പ്രസന്റ് ആണെങ്കിൽ ഈ റിപ്രസർ മോളിക്യൂളിന് ഓപ്പറേറ്റർ ബൈൻഡ് ചെയ്യാൻ കഴിയാതെ വരികയും ZYA ആക്റ്റീവായി mRNA ഫോം ചെയ്ത് ആവശ്യമായ എൻസൈമുകൾ ഫോം ചെയ്യുന്നു. അങ്ങനെ ഇൻഡ്യൂസറായ ലാക്ടോസ് പ്രസന്റ് ആണെങ്കിൽ നടക്കുന്ന പ്രോസസ്സാണ് ഈ കാണിച്ചിരിക്കുന്നത്. പലപ്പോഴും ഈ രൂപത്തിലാണ് ചോദിക്കാറുള്ളത്. ഒരുപക്ഷെ ഈ ലാക്കോപെറോണിന്റെ ഭാഗങ്ങൾ മാത്രം മാർക്ക് ചെയ്യാൻ ചോദിക്കാം, അല്ലെങ്കിൽ ഇതിന്റെ ഫംഗ്ഷൻ എന്ന രൂപത്തിലും ചോദിക്കാം. ഓപ്പെറോൺ കൺസെപ്റ്റും ലാക്കോപെറോണിന്റെ ഫംഗ്ഷനിങ്ങും വളരെ വ്യക്തമായി മനസ്സിലായിട്ടുണ്ടാകുമല്ലോ. ഈ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. +1 +2 ബയോളജിയിലെ മുഴുവൻ ഭാഗങ്ങളും നിങ്ങൾക്ക് ഈ ചാനലിലൂടെ ലഭ്യമാകും. അതോടൊപ്പം നീറ്റ് പ്രിപ്പറേഷൻ തയ്യാറെടുക്കുന്ന കുട്ടികൾക്കും ഉപകാരപ്രദമാകുന്ന വീഡിയോകളും തുടർന്ന് ലഭ്യമാകുന്നതാണ്. താങ്ക് യു.